ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തു അല്ലേ? അപ്പൊ ക്രിസ്മസിന് വേണ്ടിയുള്ള ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഭരണി വാങ്ങാനായിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ചെയ്യുന്നത്. അറിയില്ല ശരിയാവോ എന്നുള്ളത്. അതിന്റെ എക്സൈറ്റ്മെന്റും ഉണ്ട്, അതിന്റെ ടെൻഷൻസും ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് മുന്തിരിങ്ങ വാഷ് ചെയ്യാനായിട്ട് ഇടാൻ പോവാണ്. ഞാൻ 3 കിലോ മുന്തിരിങ്ങ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. മുന്തിരിങ്ങ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരുന്നു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ പല പ്രാവശ്യം ഞാൻ കുറച്ചു നേരം വാഷ് ചെയ്തെടുത്തു. ഇങ്ങനെ നമ്മൾ അടർത്തി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഒരു 2-3 മണിക്കൂർ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. അതിനുശേഷം പല പ്രാവശ്യമായി വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തു. നന്നായിട്ട് വെള്ളമൊക്കെ മാറിയതിന് ശേഷമാണ് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കുന്നത്. കുറച്ചു നേരം സ്മാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭരണിയൊക്കെ വാഷ് ചെയ്ത് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് ഒക്കെ കൊണ്ടുവന്നു. അതിനിടയിൽ കുറച്ച് ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് വെച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ക്യൂരിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോ ആദ്യം ചേർക്കുന്നത്. ഒരു 2 ദിവസത്തിന് ശേഷം 1.5 കപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ടായിരിക്കും എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു, ടെൻഷനും ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ചൊക്കെ സൈഡിൽ കൂടെ പോകുന്നത് കണ്ടുകൊണ്ട് മോൻ വന്ന് മേടിച്ച് ഒഴിച്ചു. അവനും താഴേക്ക് കളയുന്നുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ ചതച്ചിട്ട് കൊടുക്കണം. ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, തക്കോലം ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തു. വൈൻ ഇടുന്നത് കണ്ടോണ്ട് മക്കള് 3 പേരും എൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ റൂം ടെമ്പറേച്ചറിലുള്ള 2 ബോട്ടിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇത് മൂടിക്കെട്ടി വെക്കാം. അടുത്തത് കുര്യൻസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വന്നോ എന്ന് നോക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാണ്, ഞാനും മക്കളും കൂടെ. അപ്പൊ ഈ കട കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ബാക്കി ഐറ്റംസ് എല്ലാം മാറ്റിയിട്ട് ഫുൾ ക്രിസ്മസ് തീമിലായിരുന്നു ഷോപ്പ് അറേഞ്ച് ചെയ്തിരുന്നത്. ഇങ്ങനെ വണ്ടറടിച്ച് നിന്നിട്ട് എനിക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റാതെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു മൊത്തത്തില്.
അതുപോലെ തന്നെയായിരുന്നു പല വലിപ്പത്തിലുള്ള ഏഞ്ചൽസും അതുപോലെ തന്നെ നേറ്റിവിറ്റി സെറ്റും ഒക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലൂസിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അല്ലൂസ് ഭയങ്കര സെലക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അച്ചൂസ് നല്ല മൂഡ് ഓഫിലായിരുന്നു. കാരണം വണ്ടിയിലിരുന്ന് ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു പുള്ളി. അപ്പൊ ആ പുള്ളിയെ ആക്റ്റീവ് ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ എങ്ങനെ വേണമെന്നൊക്കെയുള്ള ഒരു ക്രിസ്മസ് വില്ലേജ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു വീടെത്തി. എല്ലാ പ്രാവശ്യത്തെയും ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേക്ക് ഞാനൊരു ക്രിസ്മസ് തീമിലുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ട്രീ ഓർണമെന്റ് ആയിട്ട് ഒന്ന് എംബ്രോയിഡറി വർക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിലെ എംബ്രോയിഡറി വർക്കൊക്കെ ഫിനിഷ് ആക്കി അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്ങും ഹാങ്ങിങ് ത്രെഡും ഒക്കെ വെച്ച് കൊടുക്കണം. അപ്പൊ അതിനുള്ള പരിപാടിയിലാണ്. എത്രയൊക്കെ ഐറ്റംസും നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോ അതിൻ്റെതായ ഒരു സന്തോഷമാണ് അല്ലെ. അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ചെയ്യാൻ പോവാണ്. റെയിൻഡിയറും സാന്താക്ലോസും അതുപോലെ തന്നെ വിന്റർ വില്ലേജും ഒക്കെയുള്ള ഒരു ഹാങ്ങിങ്. ഞാൻ കുറച്ച് റൈസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കോർണർ സൈഡിലൊക്കെ. നല്ല അഡ്ജസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൈസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു ലേസ് തയ്ച്ചു പിടിപ്പിക്കുകയാണ്. അങ്ങനെ ആ വർക്കും ഫിനിഷ് ആക്കി. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫെജി ഫെസ്റ്റിവൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പനമ്പള്ളി നഗറിലുള്ള റോട്ടറി ക്ലബിൽ എല്ലാ വർഷത്തെ നവംബർ മാസവും, അതായത് 3 വർഷമായിട്ട് അവരിങ്ങനെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ അവിടെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ മക്കളെ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ വിളിച്ചോണ്ട് ഇങ്ങനെ ഇവിടേക്ക് വന്നതാണ്. ഇതിനകം കണ്ടിട്ട് ഞാൻ ശരിക്കും ഒരു വണ്ടർലാൻഡിൽ ചെന്ന പോലെയായിരുന്നു എൻ്റെ ഒരു ഫീലിങ്. ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വാങ്ങാൻ നമ്മൾ ക്രിസ്മസ് ടൈമിൽ പോകാറുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും ക്രിസ്മസ് തീമിൽ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുപോലെ ഈ ട്രീയിലൂടെ പോകുന്ന സാന്താക്ലോസിന്റെ ട്രെയിനൊക്കെ കണ്ട് ഞാനിങ്ങനെ നോക്കി നിന്നു. അതുപോലെ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് ബിനോസിന് ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 2 പേർക്കും കൂടെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതുപോലെ തന്നെ റെയിൻഡിയറിന്റെ ഒക്കെ കളക്ഷൻസ് തന്നെ ഇതാ നോക്കിക്കാൻ എത്ര ഭംഗിയായിരുന്നറിയോ.
അവിടെ അവരൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ നല്ല ഭംഗിയായിരുന്നു. പല വലുപ്പത്തിലുള്ള നേറ്റിവിറ്റി സെറ്റുകള്. ഇതൊരു ഫോട്ടോ ബൂത്ത് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പൊ ഇതിനകത്ത് കയറിയിരുന്ന ഓരോരുത്തരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാനൊരു വലിയൊരു ക്രിസ്മസ് ട്രീ ഞങ്ങൾ ഇങ്ങനെ നോക്കി വെച്ചു. പ്രൈസും ഒക്കെ നോക്കി വെച്ചു. വാങ്ങിയില്ല. പുതിയ വീട്ടില് ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, അപ്പൊ അവിടെ പുതിയ ട്രീ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 10-12 വർഷമായി ഞങ്ങളുടെ കയ്യിലുള്ള ട്രീ. അത് തന്നെയായിരുന്നു ഇത്രയും വർഷം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം പുതിയൊരു ട്രീ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വാങ്ങിയില്ല ആ സമയത്ത്. ഇതെല്ലാം ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സുകളായിരുന്നു. ഇത് സെക്കൻഡ് ഡേയിലായിരുന്നു ഞാൻ പോയിരുന്നത്. ലാസ്റ്റ് ഡേ ഒന്നുകൂടെ ഞാൻ പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെ എല്ലാം ക്ലിയർ ആയിരുന്നു, ഫുൾ സെയിലായി പോയിരുന്നു. ഇനി സ്റ്റാറും ലൈറ്റും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഇനി ഞാൻ കാണിക്കുന്നത് ഡെക്കർ ഡയറി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ കുറച്ച് ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വന്നിരുന്നു. അപ്പൊ അതാണ് കാണിക്കുന്നത്. ശരിക്കും ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ വാങ്ങിച്ച് അത് വന്നത് ഓപ്പൺ ചെയ്ത് നിങ്ങളെയും കൂടെ എന്റെ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇതൊരു ബെഡ്ഷീറ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ക്രിസ്മസ് തീമിലുള്ള കുഷ്യൻ കവേഴ്സ്, അതുപോലെ ടേബിൾ റണ്ണറൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന കുഷ്യൻ ഓൾറെഡി ഫില്ലിങ്ങോട് കൂടിയ ഒരു കുഷ്യൻ ആയിരുന്നു ഇത്. നെക്സ്റ്റ് ഞാൻ പ്ലം കേക്കിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം 1 മാസം മുമ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ 1 വർഷമൊക്കെ പലരും ചെയ്തു വെക്കാറുണ്ട്. ദുബൈയിലായിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതുപോലെ ചെയ്യുമായിരുന്നു. അതിന്റെ ബാലൻസ് ഒക്കെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഈ മിക്സിലേക്ക് ഞാൻ റമ്മാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മള് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാനായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇളക്കി കൊടുക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ അത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് മോന്. ഇനി ഇതെന്താണെന്നറിയാവോ? ഫെജി ഫെസ്റ്റിവലില് ഫസ്റ്റ് ഡേ ഞാൻ പോയി ഒരു ട്രീ നോക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് ഞങ്ങൾ വാങ്ങി, മക്കളുമായിട്ട് പോയി വാങ്ങിച്ചു. ശരിക്കും മനസ്സിലൊക്കെ ഇട്ട് ഉരുട്ടി വേണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം അങ്ങനെ വാങ്ങിക്കൊണ്ട് വരുവാണ്. അങ്ങനെ ഞങ്ങളുടെ പുതിയ വീട്ടിലെ പുതിയ ക്രിസ്മസ് ട്രീ എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡെക്കറേഷൻസും അതുപോലെ ഞാൻ വാങ്ങിയതും കയ്യിലുള്ളതുമായ ക്രിസ്മസ് ഡെക്കറേഷൻസും നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ബൈ.